അപ്പൊ നോമ്പുതുറ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിൽ ആദ്യം ഓടിയെത്ത നല്ല തലശ്ശേരി സ്നാക്സുകളാണ്. മതിയില്ലേ? ഇക്ക വ്ളോഗർ അല്ലേ? ഞാൻ കൊറേ നേരം കൊണ്ട് ഞാൻ അവിടെ നോക്കുന്നു. ചെറിയൊരു വീഡിയോ എടുക്കാം. സോറി, വീഡിയോ ഇക്കാടെ ലുക്ക് അപ്പാടെ മാറിയില്ല. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടാണ് മുടിയൊക്കെ വളർത്തിയപ്പോഴാണ് ആകെ ലുക്കൊക്കെ മാറിയിട്ട് ആൾക്കാർക്ക് മൊത്തത്തിൽ എന്നെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകാത്തൊരു സംഭവം ഉണ്ടായി. ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം, ഒരു 6 വർഷമായിട്ട് നാട്ടിൽ പോകാത്ത ഒരാളുണ്ട് മുടിയില്ലാത്തതുകൊണ്ട്. ഒരു വില്ലൻ ലുക്കിലാണ് ഇവിടുന്ന് പോയത്, താടിയും മൊട്ടയും. ബട്ട് ഇപ്പോ ഹൈ ഹീറോ ലുക്കിൽ തിരിച്ചു വന്നു ചെയ്തു. സത്യം പറയാലോ സാറേ, ഞാനിത് ഇങ്ങനെ ഒന്നാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സാറേ 1.5 വർഷത്തിന് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അതായത് ട്രാൻസ്പ്ലാന്റിന് മുമ്പും ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. 1.5 വർഷത്തെ റിസൾട്ട് ആകെ മാറിയല്ലോ, ആള് മാറിയല്ലോ, എന്താ ചെയ്തത്, ലുക്കൊക്കെ മാറി എന്നൊക്കെ പറയും. ആളുകൾക്ക് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം അതാ, ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. ഒരു പ്രശ്നമില്ല, അതാ നമ്മള് വ്യക്തമായിട്ട് മുമ്പിൽ കൂടെ നടക്കല്ലേ. ടീംക്ക് വന്ന സമയത്തേക്ക് നമുക്ക് ആ ഫ്രണ്ടൽ ഏരിയ കംപ്ലീറ്റ്ലി ഇല്ലായിരുന്നു. അപ്പൊ എന്നോട് ആവശ്യപ്പെട്ടത് എനിക്കിതിനെ കുറച്ച് ഒന്ന് ഡീസെന്റ് ആക്കി, നാച്ചുറൽ ആക്കി, ഈ ഒരു ബാൾനെസ് എന്നുള്ള രീതിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ള സംഭവമാണ്. അത് നമ്മളെ പ്രൊസീജിയറിലൂടെ നമ്മളങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ടിൽ നിങ്ങൾ ഹാപ്പി അല്ലേ? 100% അല്ല, അതിന്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ പറയാം. ഇതായിരുന്നു സർജറിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഹക്കീംഖാന്റെ മുടി എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കൊക്കെ ഉള്ളു നല്ല കുറവായിരുന്നു. ഒരു ഗ്രേഡ് 3 ആംഗിൾ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതാണ് ഒരു കോസ്മെറ്റിക് പ്രൊസീജിയർ എപ്പോഴും നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇത് ബോർ ആവരുത് എന്നുള്ളൊരു സാധനം. പ്രൊസീജിയർ കഴിഞ്ഞ സമയത്തേക്ക് ഈ ഒരു ആംഗിൾ വന്നു. ഇതിനും ഓവർ ഡെൻസിറ്റി നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാൻ പറ്റും. ഇറ്റ്സ് ഈസി, അത് എത്ര വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാം. പക്ഷെ നമ്മൾ ആ നമ്പർ ഓഫ് ക്രാഫ്റ്റ് ഇവിടെ കൂടുന്നതിനനുസരിച്ച് ഫ്യൂച്ചറിൽ ഈ മുടികളൊക്കെ പോകുന്നതാണെങ്കിൽ ആ സമയത്ത് എടുത്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ലാതായി. ഇതാണ് ഹെയർ ലൈൻ. ഇതിൽ ഞാൻ എപ്പോഴും പറയാൻ പോകുന്ന ഒരു വലിയ കാര്യം, ഇവിടെ ഇതുപോലെ റിസൾട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവര് വെറുതെ അവരെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലും കൂടെ പോയിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരാളെ പോയോ കണ്ടിട്ട് അവർ പറയും ഇനിയും ഇതിൽ ഡെൻസിറ്റി കൂട്ടാം, അല്ലെങ്കിൽ ഇനിയും ഇത് നെറ്റ് താഴ്ത്താം എന്നൊക്കെ പറഞ്ഞ് ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും എന്നെല്ലാം പറഞ്ഞ് അവർ വിചാരിക്കും എന്നാ ബെറ്റർ ആയിരിക്കുമല്ലോ. അവരെ ഏജ് ചിലപ്പോൾ 20, 25, 30 ഉണ്ടായിട്ടുണ്ടാവും. അവരുള്ള മുടി വീണ്ടും എടുത്ത് ഇവിടെ ഭയങ്കര ഓവർ ഡെൻസിറ്റി കൊടുക്കും. ഈ ഓവർ ഡെൻസിറ്റി അവിടെ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം, ഫ്യൂച്ചറിൽ എക്സിസ്റ്റിംഗ് ഹെയർ ബാക്കിയുള്ള മുടികൾ പോവാനുള്ളതാണെങ്കിൽ, കാരണം ഈ ഒരു മുടി മാത്രമല്ല പുറകോട്ടൊക്കെ ഒരുപാട് മുടികളുള്ള ആളുകളുണ്ടാവും, അതെല്ലാം പോവാനുള്ളതാണെങ്കിൽ അതിനു വേണ്ടി ഒരു ബാക്കപ്പ് എപ്പോഴും ഇവിടെ വേണം. ഹക്കീംക്ക പറഞ്ഞ പോലെ ഷാർജയിൽ പ്രൊസീജിയർ ചെയ്തു, നാട്ടിൽ ഇതിന്റെ ഫോളോ അപ്പ് എല്ലാം എടുത്തു. ഇനി GCCയിൽ വേറെ എവിടെയെങ്കിലും പോയാൽ എന്താണ്, GCCയിൽ നമുക്ക് ഒമാനിലുണ്ട്, ഇനി സൗദിയിൽ ജിദ്ദയിൽ നമ്മുടെ ക്ലിനിക്ക് വരികയാണ് അടുത്ത മാസം മുതൽ. അവിടെ പോകുന്ന സമയത്ത് അവിടെയുണ്ട് ഇനി നമുക്ക്